ഇന്ന് മന്നം ജയന്തി. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടാണ് മന്നത്ത് പത്മനാഭൻ്റെ ജീവിതവും പോരാട്ടവും. ആധുനിക കേരളത്തിൻ്റെ വളർച്ചയിൽ മന്നത്തിൻ്റെ പങ്ക് അവിസ്മരണീയമാണ്. ഇപ്പോൾ പെരുന്നയിൽ NSS ആസ്ഥാനത്ത് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. രമേശ് ചെന്നിത്തലയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഇന്ന് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ആഘോഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തഴഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ച NSSൻ്റെ നിലപാട്, ഒപ്പം തന്നെ SNDP തള്ളിപ്പറഞ്ഞത് VD സതീശനെ, കഴിഞ്ഞ ദിവസം സമസ്തയുടെ വേദിയിലടക്കം VD സതീശനെ ഒഴിവാക്കിയത് വലിയ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്നം ജയന്തി നടക്കുകയും ചെയ്യുന്നത്. അത് അല്പം മുമ്പ് തന്നെയാണ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇത് സംബന്ധിച്ച് ചെന്നിത്തലയെ ക്ഷണിച്ചതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പ്രസംഗത്തിൽ പറയാമെന്ന് പറയുകയും ചെയ്തത്. ഏതായാലും മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് 148ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തലയാണ് നിർവഹിക്കുക. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി, മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഇന്ന് 10:45-നാണ് ഉദ്ഘാടന ചടങ്ങുകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല അവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. വലിയ തരത്തിൽ രാഷ്ട്രീയ കേരളം കൂടി ഉറ്റുനോക്കുന്ന ഒരു ജയന്തി ആഘോഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രധാനമായും കോൺഗ്രസിനോട്, പ്രത്യേകിച്ച് VD സതീശനോട് NSS എടുത്തിരിക്കുന്ന നിലപാട് എന്ത് എന്ന് ഒരുപക്ഷെ ഇന്ന് സുകുമാരൻ നായർ, NSS ജനറൽ സെക്രട്ടറി, പ്രസംഗത്തിൽ പറയുമെന്നാണ് അദ്ദേഹം നേരത്തെ പറയുകയും ചെയ്തത്. എന്താണ് ഇപ്പോൾ ജയന്തി ആഘോഷത്തിൽ ഇന്ന് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റ് കാര്യങ്ങൾ എന്താണ്? നിലവിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പുഷ്പാർച്ചന നടത്താൻ വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന NSSന്റെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നീണ്ട നിരയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി ഇപ്പോഴേക്ക് ഇവിടെ എത്തിച്ചേരും. 10:45 പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. ഈ ഉദ്ഘാടന ചടങ്ങുകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ശ്രദ്ധേയമാവുന്നത്. ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മന്നം സമാധിയിലുണ്ട്. അല്പസമയത്തിനകം രമേശ് ചെന്നിത്തലയെത്തും. KV ഗണേഷ് കുമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ തെളിയിക്കുകയാണ് ഇത്തവണത്തെ മന്നം ജയന്തി ആഘോഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം VD സതീശനെ ഒഴിവാക്കി രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ മന്നം ജയന്തി ആഘോഷം ശ്രദ്ധേയമാക്കുന്നത്. നേരത്തെ അശ്വനി വെങ്കടരമണിയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് എങ്കിലും അദ്ദേഹം ചില പ്രത്യേക സാഹചര്യത്തിൽ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും ഒഴിവാകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് മുഖ്യപ്രഭാഷകനായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഉദ്ഘാടകന്റെ റോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 10:45 പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. സനോജ്, ഏതായാലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം കൂടി അവശേഷിക്കുന്നുണ്ട്. മുൻപ് UDF സർക്കാരിൻ്റെ കാലത്ത് സാമുദായിക സംഘടനകളുടെ ഇടപെടലിനെക്കുറിച്ചും കേരള സമൂഹം ഓർക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം ആവശ്യപ്പെട്ട് സർക്കാരിൽ മേൽ പുലർത്തിയ സമ്മർദ്ദത്തെക്കുറിച്ചും ഓർക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDF എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തോട് സാമുദായിക സംഘടനകൾ വീണ്ടും അടുത്തു തുടങ്ങുന്നു എന്നുള്ള ഒരു ധ്വനി കൂടി ഇതിനകത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇത് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഇന്നത്തെ ഈ ജയന്തിയെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഉറ്റുനോക്കുന്നത് എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി ക്ഷണിച്ചു, VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതെന്ത്, സാമുദായിക സംഘടനയായ NSSന് അനഭിമതനാകുന്ന VD സതീശൻ ചെന്നിത്തലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ത്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ സമൂഹം വളരെ ഗൗരവത്തോടു കൂടി തന്നെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ഇന്നത്തെ ഈ സമ്മേളനം, ജയന്തി 148ാമത് മന്നം ജയന്തിയുടെ പ്രാധാന്യം അതേ രീതിയിൽ തന്നെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 10:45 ഉദ്ഘാടനം നടക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇതിൽ നേരത്തെ സുകുമാരൻ നായർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പറയാനുള്ളത് പ്രസംഗത്തിൽ പറയാം എന്നാണ്. രമേശ് ചെന്നിത്തലയ്ക്കും പറയാനുണ്ടാകും, സുകുമാരൻ നായർക്കും പറയാനുണ്ടാകും. അത് കേൾക്കാൻ ഒരുപക്ഷെ കേരള സമൂഹം കാത്തിരിക്കുകയും ചെയ്യുന്നു. സമ്മേളനം ഇപ്പോൾ പുഷ്പാർച്ചന അടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റാരൊക്കെയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്?
തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട റോൾ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അറ്റോർണി ജനറൽ ആയിരുന്ന വെങ്കട്ടരമണിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എങ്കിലും അദ്ദേഹം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉദ്ഘാടനത്തിന് എത്താൻ കഴിയുകയില്ല എന്ന നേതൃത്വത്തെ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉദ്ഘാടകൻ്റെ റോൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒഴിവാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മന്നം ജയന്തി ആഘോഷത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ 11 വർഷങ്ങൾക്ക് ശേഷമാണ് NSS ആസ്ഥാനത്തേക്ക് രമേശ് ശരി ചെന്നിത്തല സരോജ്, ഏതായാലും NSSന്റെ പരിപാടി 10:45-നാണ്.